ഹൈപ്പർലൂപ്പ് സാങ്കേതികവിദ്യയ്ക്കായുള്ള ആദ്യ പരീക്ഷണ ട്രാക്ക് പൂർത്തിയായതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. തായിയൂർ ഐഐടി മദ്രാസ് ക്യാമ്പസിന്റെ ഡിസ്കവറി ക്യാമ്പസിൽ പൂർത്തിയായ 410 മീറ്റർ ട്രാക്കിന്റെ വീഡിയോ എക്സിൽ പങ്കുവച്ചായിരുന്നു അശ്വിനി വൈഷ്ണവ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യൻ റെയിൽവേ, ഐഐടി മദ്രാസ്, ആവിഷ്കാർ ഹൈപ്പർലൂപ്പ് ടീം, സ്റ്റാർട്ടപ്പ് കമ്പനിയായ ട്യൂഡർ ഹൈപ്പർലൂപ്പ് എന്നിവരുടെ സംയുക്ത പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ട്രാക്ക് പൂർത്തിയായിരിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ അശ്വിനി വൈഷ്ണവ് അഭിനന്ദിക്കുകയും ചെയ്തു. 2022 മാർച്ചിലായിരുന്നു ഐഐടി മദ്രാസ് ഹൈപ്പർലൂപ്പ് പ്രോജക്റ്റുമായി ഇന്ത്യൻ റെയിൽവേയെ സമീപിച്ചത്. 8.34 കോടിയാണ് പദ്ധതി ചെലവ്. ഈ ട്രാക്കിലൂടെ 600 കിലോമീറ്റർ വേഗതയിൽ വരെയുള്ള പരീക്ഷണം നടത്താനാവുമെന്നാണ് ബന്ധപ്പെട്ടവർ അവകാശപ്പെടുന്നത്. മാത്രമല്ല, ഭാവി ഹൈപ്പർലൂപ്പ് വികസനവുമായി ബന്ധപ്പെട്ട് ഗവേഷണങ്ങൾക്കെല്ലാം ടെസ്റ്റ് ബെഡായി ഇതിനെ മാറ്റാമെന്നും ഐഐടി ചൂണ്ടിക്കാട്ടുന്നു. 2012 ഇലോൺ മസ്കാണ് ഹൈപ്പർലൂപ്പ് ആശയം ജനകീയമാക്കിയത്. വൈകാതെ മസ്കിന്റെ ആശയം ലോകമാകെ ഏറ്റെടുക്കുകയായിരുന്നു. ഐഐടി മദ്രാസിൽ നിന്നുള്ള ബിരുദാനന്തര വിദ്യാർത്ഥികളായ 76 പേരാണ് ആവിഷ്കർ ഹൈപ്പർലൂപ്പ് ടീമിലുള്ളത്. 2 ഘട്ടങ്ങളിലായിട്ടാണ് പദ്ധതി നടപ്പാക്കുക. ഹൈപ്പർലൂപ്പിലൂടെ സഞ്ചരിക്കുന്ന പോഡുകളുടെ പരീക്ഷണ ഓട്ടമാണ് ഇതിൽ പ്രധാനം. ദീർഘദൂര കുഴൽപാതയും അതിലൂടെ സഞ്ചരിക്കുന്ന പോഡ് സ്റ്റേഷനുകളുമാണ് ഘടകങ്ങൾ. കുതിപ്പ് കാന്തശക്തിയിലാണ്. കുഴലിൽ മർദ്ദം കുറവ്. കാന്തങ്ങൾ ഉപയോഗിച്ചുള്ള ഗൈഡൻസ് ട്രാക്കാണ് ട്യൂബ്. പോഡുകളിലും കാന്തങ്ങൾ ഉള്ളതിനാൽ മാഗ്നറ്റിക് ലെവിറ്റേഷൻ, മാഗ്ലെവ് തത്വത്തിൽ പോഡുകൾ കുഴലിലെങ്ങും തൊടാതെ കുതിക്കും. കാന്തശക്തിയിൽ തന്നെ കുതിപ്പും. കുഴൽ ഭാഗികമായി ശൂന്യമായതിനാൽ ഘർഷണം തുലവും കുറവ്. വൈദ്യുതിക്ക് ബാറ്ററികൾ ഉപയോഗിക്കാം. താഴ്ന്ന മർദ്ദാവസ്ഥയിലുള്ള ഹൈപ്പർലൂപ്പിലൂടെ അസാധാരണമായ വേഗതയിൽ പോഡുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും. ഓരോ പോഡിലും 2428 യാത്രക്കാരെ കൊണ്ടുപോകാൻ സാധിക്കുന്ന വിധത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഹൈപ്പർലൂപ്പ് സാങ്കേതിക വിദ്യയിലൂടെ പോയിന്റ് ടു പോയിന്റ് യാത്ര വേഗത്തിലാക്കാൻ സാധിക്കുമെന്നതാണ് പ്രത്യേകത. ഇതിലൂടെ യാത്രാമേഖലയിൽ വലിയ വിപ്ലവമായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നാണ് വിലയിരുത്തുന്നത്. തൂണുകളിൽ സ്ഥാപിക്കുന്ന ഭീമൻ കുഴലിലൂടെ കുതിക്കുന്ന പോഡാണ് ഹൈപ്പർലൂപ്പ് ട്രെയിൻ. സാധാരണ ട്രെയിൻ പോലെ പാളങ്ങളോ കമ്പാർട്ട്മെന്റുകൾക്ക് ചക്രങ്ങളോ ഇല്ല. ട്യൂബിലെ മർദ്ദം വളരെ കുറഞ്ഞ കാന്തിക മണ്ഡലത്തിൽ കാന്തിക വികർഷണത്താൽ എങ്ങും തൊടാതെ പൊങ്ങിക്കിടക്കുന്ന പോഡുകൾ മിന്നൽ വേഗത്തിൽ കുതിക്കുന്ന മാഗ്നറ്റിക് ലെവിറ്റേഷൻ സാങ്കേതിക വിദ്യയാണിത്. ഒരു വിമാനത്തെക്കാളും 10 മടങ്ങധികം വേഗതയിൽ യാത്ര ചെയ്യാൻ സാധിക്കും. നിലവിലുള്ള ഏതൊരു ബുള്ളറ്റ് ട്രെയിനിനേക്കാളും 40% പ്രവർത്തന ശക്തി ഇതിന് കൂടുതലാണ്. പദ്ധതി ലക്ഷ്യം കണ്ടാൽ മണിക്കൂറിൽ 16,000 മുതൽ 20,000 വരെ യാത്രക്കാരെ ഒരു ദിശയിലേക്ക് മാത്രം കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. വായുവിന്റെ സമ്മർദ്ദം പ്രത്യേകമായി സജ്ജീകരിച്ച കുഴലുകളാണ് ഹൈപ്പർലൂപ്പുകൾ. വായു വലിച്ചെടുത്ത ശേഷമാണ് സ്റ്റീൽ ട്യൂബുകൾ ഉള്ളിൽ സ്ഥാപിക്കുക. ഈ സ്റ്റീൽ ട്യൂബുകളെ കുറഞ്ഞ മർദ്ദത്തിലുള്ള വായു നിറഞ്ഞ ട്യൂബിലൂടെ കാന്തിക ബലത്തിന്റെ സഹായത്തിൽ മുന്നോട്ട് തള്ളും. അങ്ങനെയാണ് പ്രവർത്തനം. 2022 മാർച്ചിലായിരുന്നു ഐഐടി മദ്രാസ് ഹൈപ്പർലൂപ്പ് പ്രോജക്റ്റുമായി ഇന്ത്യൻ റെയിൽവേയെ സമീപിച്ചത്. 8.34 കോടിയാണ് പദ്ധതി ചെലവ്. ഈ ട്രാക്കിലൂടെ 600 കിലോമീറ്റർ വേഗതയിൽ വരെയുള്ള പരീക്ഷണം നടത്താനാവുമെന്നാണ് ബന്ധപ്പെട്ടവർ അവകാശപ്പെടുന്നത്. മാത്രമല്ല, ഭാവി ഹൈപ്പർലൂപ്പ് വികസനവുമായി ബന്ധപ്പെട്ട് ഗവേഷണങ്ങൾക്കെല്ലാം ടെസ്റ്റ് ബെഡ് ആയി ഇതിനെ മാറ്റാമെന്നും ഐഐടി ചൂണ്ടിക്കാട്ടുന്നു.